ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ടുലിപ്പ് ഫ്ലവർ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ്. ഇതിൽ നമ്മൾ ഒരു ലീഫൊക്കെ, ഒരു ലോങ് ലീഫൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കളേഴ്സിൽ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണിത്. ഇത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. അപ്പം നമുക്ക് ലീഫ് ഉണ്ടാക്കാൻ ഇതിൻ്റെ ഒരു വയറ്, ഒരു ഏത് കളറായാലും കുഴപ്പമില്ല, സിൽവറോ ഗോൾഡോ ഏതെങ്കിലും ഒരു കളറ് വയറ്, അതുപോലെ സ്റ്റിച്ച് മാർക്കർ, സിസേഴ്സ്, 2.5 mm ഹുക്ക് സെറ്റ്, പിന്നെ ഫ്ലവർ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക്, അതുപോലെ 2 കളറ്, ഗ്രീൻ കളറ് ലീഫിനും പിന്നെ വേറൊരു കളർ, ഏത് കളറോ വൈറ്റോ പർപ്പിളോ ഏതെങ്കിലും ഒരു കളർ ഫ്ലവറിനും, അതുപോലെ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഗ്ലൂ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലൂ യൂസ് ചെയ്യുക. അത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് ആവശ്യമുള്ളത്. ഫസ്റ്റ് നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. അതിനുശേഷം ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ടൈലൻ്റ് ഒന്ന് വലിച്ചിട്ട് ഈ സർക്കിൾ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന ചെയിൻ സ്റ്റിച്ച് പോലെയുള്ള ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ചെയ്ത സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ സെക്കൻഡ് റോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സെയിമിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്റ്റിച്ച് തന്നെ നമ്മളിപ്പോൾ ചെയ്ത അതേ സ്റ്റിച്ച് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസിങ് സ്റ്റിച്ചാണ്. നമ്മൾ താഴെ 6 സ്റ്റിച്ചാണ് ഫസ്റ്റ് റൗണ്ട് ചെയ്തത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഈ 6 സ്റ്റിച്ചിനെ 12 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്യാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സെയിം തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇവിടെ ഞാൻ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ 6 സ്റ്റിച്ചിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 6 എണ്ണത്തിന് നമ്മൾ 2 എണ്ണം വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചായിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റിച്ചിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ലാസ്റ്റ് സ്റ്റിച്ചിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ എനിക്കിവിടെ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ എടുത്ത അതേ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 3rd റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ 3rd റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വീണ്ടും വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ നിങ്ങൾ വല്ല പിന്നോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു മാർക്കർ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റിച്ച് നമുക്ക് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും റൗണ്ടൊക്കെ എത്തുമ്പോൾ. അപ്പോൾ ഞാൻ 3rd റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു.
അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് തന്നെ രണ്ടെണ്ണം ചെയ്യാണ്. അപ്പോൾ ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 1, സെക്കൻഡിൽ 2, 1 2 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കറിൽ 1 ചെയ്തു, സെക്കൻഡ് ചെയിനിൽ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ, ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക, ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയും. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. അടുത്ത ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, അടുത്ത ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഫസ്റ്റ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്, സെക്കൻഡ് റൗണ്ട് നമ്മൾ അത് 12 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. തേർഡ് റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തത്. അപ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അവിടെ കൗണ്ട് ചെയ്തിട്ട് 18 സ്റ്റിച്ച് കിട്ടുന്നില്ലേന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് 18 കിട്ടിയതിന് ശേഷം അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. ഇനി ഞാനിവിടെ 4th റൗണ്ടാണ് ചെയ്യുന്നത്. 4th റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ആ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. 1 1 2 മൂന്നാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. ഫസ്റ്റ് ചെയിനിൽ 1 ചെയ്യുക, രണ്ടാമത്തെ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. മൂന്നാമത്തെ ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ചെയിനിലാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി വീണ്ടും ഫസ്റ്റ് ഒരു ചെയിനിൽ 1 ചെയ്യുക, സെക്കൻഡ് ചെയിനിൽ 1 ചെയ്യുക, തേർഡ് ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 1 സെയിം തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും 1 1 2 എന്നുള്ള പാറ്റേൺ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 1 1 നെക്സ്റ്റ് ചെയിനിൽ 2 1 1 തേർഡ് ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ 1 ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ 1 ചെയ്യുക, സെക്കൻഡ് ചെയിനിൽ 1 ചെയ്യുക, തേർഡ് ചെയിനിൽ നമ്മൾ ലാസ്റ്റ് ചെയിനാണ് ഈ റൗണ്ടിലെ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 4th റൗണ്ട് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടും. 4th റൗണ്ടിൽ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇത് നമ്മൾ 5th റൗണ്ടാണ്. 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ആ സെയിമിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 3 ചെയിനിലും 1 1 1 ചെയ്യും. നാലാമത്തെ ചെയിനിൽ ഇൻക്രീസിങ് ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യും. അപ്പോൾ ഓൾറെഡി ഞാൻ 1 ചെയ്തു, 2 സെക്കൻഡ് ചെയിനിൽ 1 ചെയ്യുക, തേർഡ് ചെയിനിലും 1 ചെയ്യുക. അങ്ങനെ 3 ചെയിനിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. നാലാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 സെയിമിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2. അപ്പോൾ നമ്മൾ 1 1 1 3 പ്രാവശ്യം ചെയ്തു. 4th ചെയിനിലാണ് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ 1 2 3 3 ചെയിനിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നാലാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ 1 2 3 3 ചെയിനിലും
ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് വണ്ണിൽ ഒന്ന് തന്നെ രണ്ടെണ്ണം ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ 1 2 3 3 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ. നാലാമത്തെ ചെയിനിൽ ഒന്നിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ 3 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ 1 2 3 3 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ. നാലാമത്തെ ചെയിൻ നമ്മൾ ലാസ്റ്റ് ചെയിനാണ്, അതിൽ നമ്മൾ ഒന്ന് തന്നെ രണ്ടെണ്ണം ചെയ്യുക. നമ്മൾ 5th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് കാണുന്ന ഈ ഒരു ഭാഗം കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ 30 കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് 5th റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ 6th റൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 6th റൗണ്ടിൽ നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ആ ഒരു സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ചെയിനിൽ ഈ ഒരു റൗണ്ടിൽ ഈ റൗണ്ട് 6 മുതൽ 15 റൗണ്ട് വരെ 6 7 8 9 10 11 12 13 14 15 അങ്ങനെ 10 റൗണ്ടിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഓരോ ചെയിനിലും ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ 10 റൗണ്ട് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഓരോ ചെയിനിലും ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് 10 റൗണ്ട് കിട്ടുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 10 റൗണ്ട് കൗണ്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി. ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ 10 റൗണ്ട് കിട്ടാൻ എളുപ്പമാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 10 സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. അങ്ങനെ റൗണ്ട് 10 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുന്ന് ഒരു റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ 1 2 3 4 5 അങ്ങനെ 10 റൗണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 10 റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. 1 2 3 4 5 6 7 8 9 10 10 റൗണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്യുക. അപ്പോൾ യാണ് നമുക്ക് കുറച്ച് തുന്നാൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ടെയിലിൻ്റെ അധികം എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. കുറച്ച് അധികം യാണ് എടുക്കുക. എന്നിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഹുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഈ യാണിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടൈറ്റാക്കി കൊടുക്കാം. ഇത് നമ്മളെ ടെയിലൻ്റ് ആണ്. ആ ടെയിലൻ്റും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഫൈബർ ഫില്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഫൈബർ ഫില്ല് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു നീഡിലേക്ക് ഈ ഒരു യാണൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നീഡിലേക്ക് ഈ യാണ് ആഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതാണ് നമ്മളെ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്റർ ആണോ നോക്കുക. സെൻറ്ററത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് തേയിലും എടുത്തിട്ട് ഒരു കുക്കിംഗ് ചെയ്തെടുക്കാം. ഈ കുക്കിങ്ങിലേക്ക് കുക്കിംഗ് ചെയ്തിട്ട് നമുക്ക് 28 ജെയിംസിന് ചെയ്യാം. 28 ജെയിംസിന് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 നമുക്ക് 28 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഈ ഒരു വയറ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചധികം ഈ ഒരു വയർ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു സ്റ്റിക്കിലേക്ക് ഇത് ആഡ് ചെയ്യാനുള്ളതാണ്. ഇതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വയർ ഇതിൻ്റെ കൂടെ തന്നെ ഹൈഡായി പോകണം. അപ്പോൾ കൂടെ തന്നെ ഇങ്ങനെ പിടിക്കണം. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. പിന്നെ നമുക്കൊരു DC ആണ് ഇനി ചെയ്യുന്നത്. ഇനി 18 ചെയിനിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 അങ്ങനെ നമുക്ക് 18 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വയർ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ 7 ആയി. ഇനി 18 എണ്ണം അതുപോലെ ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ 18 ചെയിനിലും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയർ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിക്കണം കേട്ടോ, എന്നാലേ ആ ഒരു കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് 4 ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തെടുക്കാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ആയി. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അപ്പോൾ 3. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, 4. അപ്പം 4 ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി അടുത്ത 2 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ചെയിനാണുള്ളത്. ഈ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ആ ഒരു ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1, സെയിമിൽ തന്നെ ഒന്നുകൂടിയും 2, സെയിം സ്റ്റിച്ചിൽ തന്നെ 3rd വണ്ണും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 3 ഡബിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വയർ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഭാഗത്തേക്കാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത 2 സ്റ്റിച്ചിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1, 2. അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത 4 സ്റ്റിച്ചിൽ ഹാഫ് DC ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4. 4 സ്റ്റിച്ചിലും ഹാഫ് DC ചെയ്യുക. ഇനി നമുക്ക് അടുത്ത 18 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 18 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1, 2, 3, 4, 5. അങ്ങനെ അടുത്ത 18 സ്റ്റിച്ചിലും നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചധികം ഈ ഒരു വയർ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു സ്റ്റിക്കിലേക്ക് ഇത് ആഡ് ചെയ്യാനുള്ളതാണ്. അതിന് ശേഷം നമ്മൾ 18 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ 16 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 17, 18 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി ഒരു ഹാഫ് DC ചെയ്യുക. ഒരു ഹാഫ് DC ചെയ്യുക. ഒരു അടുത്ത ചെയിനിൽ ലാസ്റ്റ് ചെയിനാണ്, അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്യാം. അപ്പം യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് അധികം യാൺ എടുത്തിട്ട് ഇത്രയും യാൺ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിങ്ങനെ കുറച്ച് അധികം ഇട്ടതുകൊണ്ട് അത്ര വേണ്ട, ആ ബാക്കി ബാലൻസ് വരുന്നത് കട്ട് ചെയ്തിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ളത് മതി നമുക്ക്. അപ്പോൾ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്കിൽ നമുക്ക് ആദ്യം ഇവിടെ ഒരു ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു നൂലിങ്ങനെ ചുറ്റി കൊടുക്കാം.
അതിന് മുന്നേ നമ്മളിത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഗ്ലൂ ആക്കിയിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റിക്കിൻ്റെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വേറെ ഗ്ലൂ ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ആ ഗ്ലൂ ഗണ്ണത്തെ ഇത് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഈ ശേഷം നമുക്ക് ഇവിടെയും ഗ്ലൂ ആക്കി കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഗ്ലൂ ആക്കാം. നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. ചുറ്റിലും ഇങ്ങനെ നമുക്ക് ചുറ്റി കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് ചുറ്റിയതിന് ശേഷം ഈ ഒരു അപ്പോൾ ഞാൻ ലാസ്റ്റിലും ഗ്ലൂ വെച്ചിട്ട് നല്ലോണം ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രീതിയാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്ത് നല്ലോണം ഗ്ലൂ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ അത് ഊരിപ്പോവും, ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ തുലിപ്പ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ കളേഴ്സിലും ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. നമ്മളിതിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും പിന്നെ ഹാഫ് ഡി സി ഈ 3 സ്റ്റിച്ച് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.